ഇന്ത്യയെ തൊട്ടാൽ റഷ്യയുടെ പ്രസിഡന്റായിട്ടുള്ള വ്ളാദിമിർ പുതിന് നോവും എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ലോകരാജ്യങ്ങൾക്കൊരു മുന്നറിയിപ്പ് എന്നുള്ളത് മാത്രമല്ല, ട്രംപ് ഇതിലൊരു അവകാശവാദവും ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് മേൽ 50% തീരുവ ചുമത്തിയത് കൊണ്ടാണ് നിലവിൽ ട്രംപ് ചർച്ചയ്ക്ക് തയ്യാറായത്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഈ ചർച്ചയ്ക്ക് 25% വിജയ സാധ്യത മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു മുൻകൂർ ജാമ്യവും ട്രംപ് എടുത്തു. യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനും ഇന്ന് അലാസ്കയിൽ ഒരു സുപ്രധാനമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ട്രംപിന്റെ വലിയ അവകാശവാദം വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ത്യക്ക് മേലുള്ള തീരുവയാണ് റഷ്യൻ പ്രസിഡന്റിനെ ചൊടിപ്പിച്ചത്. അദ്ദേഹം എന്നെ കാണാൻ സന്നിഹിതനായതും ഇതുകൊണ്ടാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്തായാലും ട്രംപിന്റെ ഈ ഞെട്ടിപ്പിക്കുന്ന അവകാശവാദത്തിൽ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഒരു ഷോയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, എല്ലാത്തിനും ഒരു സ്വാധീനമുണ്ട്. അമിതമായ താരിഫ് ചുമത്തിയതിനാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അത് കളവാണ്. റഷ്യ ഒരു പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യമാണ്. അതിൻ്റെ രണ്ടാമത്തെ വലിയ വിപണി ഇന്ത്യയാണ്. നിങ്ങളുടെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവിനെ നഷ്ടപ്പെടുകയും നിങ്ങളുടെ ആദ്യ ഉപഭോക്താവിനെ നഷ്ടപ്പെടുന്നതിൻ്റെ വക്കിലായിരിക്കുകയും ചെയ്യുമ്പോൾ അത് തീർച്ചയായും നിങ്ങളിൽ ഒരു പ്രഷർ ചെലുത്തും, അല്ലെങ്കിൽ ഒരു സ്വാധീനം ചെലുത്തുമെന്ന് എനിക്കറിയാമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പ്രസിഡന്റ് ആയതിനു ശേഷം നിരവധി രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നിർത്തിയതായി ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. വ്യാഴാഴ്ച ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിയതായിട്ടാണ് അദ്ദേഹം ആവർത്തിച്ചത്. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു ആണവ യുദ്ധം ഉണ്ടാകുമായിരുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. ട്രംപും പുതിനും തമ്മിലുള്ള കൂടിക്കാഴ്ച ലോകം മുഴുവനും ഉറ്റുനോക്കുകയാണ്. കാരണം അതിൻ്റെ ഫലം ഒരു വെടിനിർത്തൽ ഉണ്ടാകുമോ അതോ ലോകമഹായുദ്ധം ഉണ്ടാകുമോ എന്ന് നിർണ്ണയിക്കും. കൃത്യമായി കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് യുക്രൈനും റഷ്യയും തമ്മിൽ ഒരു കടുത്ത യുദ്ധം ആരംഭിച്ചു. ജർമ്മനിയുടെ സഹായത്തോടെ ഇടത്തരം മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുക്രൈനിയൻ മിസൈൽ ഫാക്ടറി റഷ്യ വ്യോമാക്രമണത്തിൽ നശിപ്പിച്ചിരുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യ നിരവധി നഗരങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നും ഇതുമൂലം സാധാരണക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുമാണ് യുക്രൈൻ നിലവിൽ അവകാശപ്പെടുന്നത്. ഈ ഒരു സാഹചര്യങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.